ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ, ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് വരുന്ന ഈ ഒരു വേരിയൻറ്റ് വെച്ചിട്ടാണ്. സൂപ്പറാണ്. നിയാസിനമൈഡ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നിങ്, ഒരു ചെറിയൊരു പീസ് എടുത്താൽ മതി. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നിങ് നമുക്ക് വരുന്നതായിട്ട് തോന്നും. നല്ലൊരു ഫേസ് വാഷാണ്. ഇപ്പോൾ ഫേസ് ചെയ്യാൻ വാഷ് ചെയ്ത് നമുക്ക് ഡ്രസ്സ് എന്ന് മാറിയിട്ട് നമുക്ക് മോയ്സ്ചറൈസറും കാര്യങ്ങളും. ഞാൻ ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എഗെയിൻ ഇതിനകത്ത് നിയാസിനമൈഡും ഹൈറോണിക് ആസിഡും കൊക്കും ബട്ടർ എന്ന് പറഞ്ഞൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നിയാസിനമൈഡ് ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് മോയ്സ്ചറൈസർ ചെയ്യാം. ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. ഞാൻ ടിൻറ്റഡ് ലിപ് ബാമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ നല്ല പിഗ്മെൻ്റ് ആയിട്ടുള്ള ലിപ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ മേബിലിൻ്റെ ഈ ഒരു ലിപ് ബാമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ നന്നായിട്ട് സ്റ്റെയിൻ നന്നായിട്ട് നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സി അല്ലല്ലേ, ഈ ലിപ് ബാം മാത്രം ഇട്ടുകൊണ്ട് പോയാൽ ലിപ്സ്റ്റിക് ഉണ്ടോ നിർബന്ധമില്ല. എടുത്തില്ല. ഈ ഒരു ഐബ്രോ പെൻസിൽ മാത്രമേ എടുത്തുള്ളൂ. വാവ്, സൂപ്പർ. ഇത് ഷാർപ്പ് ചെയ്തിട്ടില്ല. ഇത് ഷാർപ്പറിനുള്ള ക്യാപ്പല്ല. ഞാൻ ഷാർപ്പ് ചെയ്യാൻ മറന്നുപോയി. നമുക്കിത് വെച്ചുള്ളത് വെച്ച് നമുക്ക് നമ്മുടെ ഐബ്രോസിലൊരു താജ്മഹൽ പണിയാം. ഐബ്രോസ് എഴുതിയപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് വ്യത്യാസം വന്നില്ലേ? നല്ല രസമില്ലേ? സൺസ്ക്രീൻ മറന്നുപോയി. അപ്പം ഇനി പിള്ളേരുടെ ഒരു സൺസ്ക്രീൻ ഉണ്ടോ എന്ന് പോയി തിരക്കിയിട്ട് വരാം കേട്ടോ. ഒരു കാജൽ, റാൻഡം കാജൽ നമുക്കിടാം. അവരുടെ ഉണ്ടായിരുന്നു. അപ്പോൾ സൺസ്ക്രീൻ നോക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് ഹെയർ സിറം കിട്ടി. അപ്പോൾ ഇതും അവൾ യൂസ് ചെയ്യുന്ന ഫോക്സ്റ്റൈലിൻ്റെ ഒരു സൺസ്ക്രീനാണ്. എനിക്ക് ചേരുമെന്നറിയില്ല. SPF 30 ഉണ്ട്, PA+++, 4+, വൈറ്റമിൻ സിയും കൂടെ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ആദ്യം ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, എനിക്ക് പേടില്ല. ഒരു ഇത്ര എടുക്കാം അല്ലേ? നമുക്ക് നന്നായിട്ട് ബട്ടർ പോലെ ബ്ലെൻഡ് ആവുന്നുണ്ട്. നല്ല രസമുണ്ട്. നല്ല കിടക്കല്ലേ? ലിവിയോണിൻ്റെ സീറമാണ് ഇത്. ശരിക്കും ആൻറ്റി ഫ്രിസിൻ്റെ ആണ്. എൻ്റെ ഹെയർ സ്റ്റൈലല്ല, ഇവിടെ പിള്ളേരുടെ. അത്യാവശ്യം ഓയിലിയാണ്, പക്ഷെ കുഴപ്പമില്ല. നോക്കാതെ മലവള ഒക്കെ ഇടാം. ഇതൊന്ന് കോമ്പാക്ട് അപ്ലൈ ചെയ്യാം. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ലാക്മേയുടെ ഹണി ഡ്യൂ ആണ്. ഇതൊരു പൗഡർ ബ്രഷ് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ലിപ് ബാം ഓൾറെഡി വൈപ്പ് ചെയ്ത് കളഞ്ഞു. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണിത്, ലാക്മേയുടെ ഫോറെവർ മാറ്റ് 14 മൗ പാർട്ടി എന്ന് പറഞ്ഞ്. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കുറച്ച് ചില സമയത്ത് ഇത് എനിക്ക് വാഷ് ഔട്ട് ആവും, ചില സമയത്ത് വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ വാഷ് ഔട്ട് ആവുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ ഞാൻ ലിപ് ലൈനർ ചെയ്യും. പക്ഷേ ഇനി ഞാൻ അൺഫോർച്ചുനേറ്റ് അതൊന്നും കൊണ്ടുവന്നില്ല. സിമ്പിളായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ.